അവളുടെ ജീവനെങ്കിലും ബാക്കിയിട്ടാൽ മതിയായിരുന്നു. ഇതൊരു ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. അവൾ പോയതെന്ന് പറയുമ്പം ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി, ഇവർക്ക് ആരുമില്ലാണ്ട് ആക്കി രഞ്ജിത്ത്. അവളുടെ ജീവനെങ്കിലും ബാക്കി തന്നുവിടായിരുന്നു, വേറെ ഒന്നും വേണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അവനടുത്ത് ശാരീരികമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശേഷിയില്ല. പക്ഷെ ഒളിച്ചു നിന്ന രഞ്ജിത്ത് തിരിച്ചു വന്ന് വീണ്ടും ചേച്ചി അടിക്കുവാണ്. അത് അവൻ ചെയ്യുകയും ചെയ്ത്. അപ്പോൾ ഇനി അടുത്തത് അവൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് എൻ്റെ ചേച്ചിയുടെ വണ്ടി. എൻ്റെ ചേച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും വീട്ടിലുണ്ട്. ആരും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ നഷ്ടമൊന്നുമല്ല, വലിയൊരു നഷ്ടമാണ്. അതിപ്പോൾ ആർക്കും നികത്താൻ പറ്റാത്തൊരു നഷ്ടമാണ്. രഞ്ജിത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജാമ്യം എടുക്കാനായിട്ട് ഗവൺമെൻറ് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറയണത്. പക്ഷേ ദയവ് ചെയ്ത് നിയമത്തിനോടാണ് അപേക്ഷയായിട്ട് പറയണത്, ജാമ്യം കൊടുക്കലും. കാരണം ഞങ്ങൾക്ക് ഇത് കൂടാതെ, ചേച്ചിയെ കൂടാതെ 2 പിള്ളേർ ഉണ്ട്. അവശേഷിക്കുന്ന 2 പിള്ളേരാണ്. അവളുടെ ഓർമ്മയായിട്ടും അവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള എല്ലാം നമുക്ക് കൊടുക്കാനുള്ള 2 പിള്ളേരേ ഉള്ളൂ. അവർക്ക് ആശ്രയമായിട്ട് വേറെ ആരുമില്ല. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മൂത്ത കുട്ടിക്ക് ഓട്ടിസമാണ്, ഫുള്ളി ഓട്ടിസമാണ്. ആ കുഞ്ഞിന് പ്രതികരണ ശേഷിയില്ല. ഇളയ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ഇത്തിരിയെങ്കിലും അറിവും ബോധവും സംസാരിക്കാനുള്ള കഴിവുള്ളത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേച്ചിയുടെ ഇളയ കുട്ടിയായിരിക്കും. കാരണം വീട്ടിലെ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് വന്ന് പറഞ്ഞു തരണം. ഇവരെ കൂടെ ഉണ്ടായിരുന്നത് ഇളയ കുഞ്ഞാണ്. അപ്പോൾ ഈ ചേച്ചി അനുഭവിച്ച ടോർച്ചറിങ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ വന്ന് അറിയിച്ചുകൊണ്ടിരുന്നത് ഈ ഇളയ കുട്ടിയാണ്. അപ്പോൾ ഈ രഞ്ജിത്ത് ഈ ദീപുവിനോട് പറയാറുണ്ടെന്ന്, ഈ കുട്ടി മരിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം ഓക്കെ ആവുള്ളൂ എന്ന്. കാരണം സാക്ഷി ഇളയ കുട്ടിയാണല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പം ഇനി ഒരു പക്ഷേ രഞ്ജിത്തിൻ്റെ ടാർഗറ്റ് ഒരു കൊലപാതകം ചെയ്ത ഒരാൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം എത്രത്തോളം ശിക്ഷ കിട്ടും എന്നുള്ള കാര്യം ഇത്രയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച രഞ്ജിത്തിന് അതും അറിയാതിരിക്കാം. അപ്പോൾ ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഇളയ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇറങ്ങിയ ഞാനായിരിക്കും, അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന എൻ്റെ അസുഖം ബാധിച്ച 2 സർജറി കഴിഞ്ഞതാണ് എൻ്റെ അച്ഛൻ്റെ ഹാർട്ടിൻ്റെ, ഈ അച്ഛനായിരിക്കും. അപ്പോൾ നമുക്ക് ആർക്കും പ്രതികരണ ശേഷിയില്ല. ഞങ്ങൾക്ക് ആർക്കും രഞ്ജിത്തിനോട് അടി ഉണ്ടാക്കാനുള്ള ഇതില്ല. അപ്പം ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഈ നിയമത്തിലാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട നിയമസഹായമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും ഇനി കിട്ടാൻ പറ്റുന്നൊരു കാര്യമല്ല, ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു വേദനയല്ല. അത് വലിയൊരു വേദന തന്നെയാണ്. ഓരോ സെക്കൻഡും ആ ഇളയ കുഞ്ഞിൻ്റെ, മൂത്ത കുഞ്ഞിപ്പം പ്രായമായിരിക്കണം, ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ആ അമ്മ സഹായത്തിനുള്ളത് കൊണ്ട്, എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ വലിയ മനസ്സുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കാൻ അവർക്ക് ആരോഗ്യശേഷിയും ദൈവം കൊടുത്തത് കൊണ്ട് ആ കുട്ടിക്ക് ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട്. ആ കുട്ടിക്ക് ആശ്രയമായിട്ട് നിൽക്കേണ്ട അവളുടെ അമ്മേനെയാണ് രഞ്ജിത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഇനി ആ കുട്ടികളെങ്കിലും ബാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നിയമത്തിനോട് അപേക്ഷിക്കുകയാണ്. രഞ്ജിത്തിന് പുറത്തിറങ്ങി വന്ന എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഇനി മുന്നും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടൊക്കെ മുമ്പ് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് വീരവാദം മാത്രമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇതൊന്നും വീരവാദമല്ല, അവന് ചെയ്യാൻ കഴിവുള്ള കാര്യം തന്നെയാണ്. അത് അവൻ ചെയ്യുകയും ചെയ്ത്. അപ്പോൾ ഇനി അടുത്തത് അവൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീരവാദം അടിക്കുകയല്ല, അവൻ ആ ധൈര്യമുണ്ട്, അവൻ ചെയ്യും. ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചും തന്നു. അതുകൊണ്ടൊരു പേടിയുണ്ട്. ദയവ് ചെയ്ത് രഞ്ജിത്തിന് ജാമ്യം കൊടുക്കല്ലെന്ന് അപേക്ഷിക്കുകയാണ്. രഞ്ജിത്ത് ചേച്ചിയെ കൊല്ലാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസിയാണ്. സാമി എന്ന് പറഞ്ഞ ഒരാൾ കൂടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പൂജാരിയാണ്, മന്ത്രവാദിയാണ്, എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ സാഹചര്യം പറഞ്ഞു കൊടുത്തത് ചേച്ചി കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നതാണ് രഞ്ജിത്തിന് ഏറ്റവും വലിയ തടസ്സമായി മാറി. അപ്പോൾ ചേച്ചി ഇനി കുഞ്ഞുങ്ങളെ കണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ചേച്ചി പൂർണ്ണമായിട്ടും ഞങ്ങളിലേക്ക് തിരിച്ചു വരും, രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് പോവില്ല എന്നുള്ള കാര്യം സാമി ഇതുപോലെ പറഞ്ഞു കൊടുത്തു. കബഡി നിരത്തിയൊക്കെ നോക്കിയിട്ട് പറയണ പോലെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ അതിൽ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു മൊത്തത്തിൽ. അപ്പോൾ രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം ചേച്ചി തിരികെ വന്ന ഈ 5 ലക്ഷം രൂപ ഓൾറെഡി ചേട്ടൻ മരിച്ച
5 ലക്ഷം രൂപ എൻ്റെ ചേച്ചിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ എടുത്താണ് രഞ്ജിത്തിന് ഓട്ടോറിക്ഷ ചേച്ചി വാങ്ങിക്കൊടുത്തത്. അവർ ഈ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു കാര്യമുണ്ട്. എൻ്റെ ചേട്ടൻ മരിച്ച് 8 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ചേച്ചി ഈ രഞ്ജിത്തിൻ്റെ കൂടെ പോകണം. എൻ്റെ ചേച്ചിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടിസം ബാധിച്ചൊരു കുട്ടി ഇരുന്ന് മൂവ് ചെയ്യുക എന്നല്ലാതെ എണീച്ച് സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പം ഒരു കൈത്താങ്ങ് കൊടുത്തോളാമെന്ന് രഞ്ജിത്ത് പറഞ്ഞൊരു വാക്ക് എൻ്റെ ചേച്ചി അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പക്ഷേ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ ഒരു പൊന്മുട്ട് എണ്ണ താറാവാണ്. കാരണം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പൈസ കിട്ടുന്നുണ്ട്. അത് എൻ്റെ ചേച്ചി ഈ വീട്ടിൽ ഇരിക്കുന്ന സ്വർണം പണയം വെച്ചും മനോജേട്ടൻ മരിച്ച പൈസയൊക്കെ എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ചേച്ചി വിചാരിച്ചെന്ന് വെച്ചാൽ ചേച്ചിക്കൊരു ജീവിതകാലത്തിൽ ഒരു പാർട്ട്ണറായിട്ടുണ്ടാവും, സഹായമായിട്ടും സന്തോഷമായിട്ടും സ്നേഹമായിട്ടും പിള്ളേരെ കെയർ ചെയ്യും എന്നൊക്കെ വാഗ്ദാനം കൊടുത്തപ്പോൾ അതിൽ വിശ്വസിച്ച് ചേച്ചി ഈ രഞ്ജിത്തിന് കുറേശ്ശെ എല്ലാം കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ 5 ലക്ഷം രൂപയും ഈ 10-20 പവനോളം ഉണ്ടായിരുന്നു. ഇതെല്ലാം രഞ്ജിത്തിൻ്റെ കൈകളിലേക്ക് മൊത്തത്തിലങ്ങ് ഗോൾഡ് മൊത്തം അങ്ങ് പോയി. അപ്പോൾ രഞ്ജിത്തിന് ചേച്ചി തിരികെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചോദ്യവും എല്ലാം ആവും. അപ്പോൾ രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം ഇതെല്ലാം ചോദ്യം ആവുമ്പം മറുപടി പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഒരു മരണമാകുമ്പോൾ കൊലപാതകമാകുമ്പോൾ അങ്ങ് കിടന്നാൽ മതി, കഴിക്കാൻ ആഹാരം കിട്ടും, കിടക്കാൻ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ ചേച്ചി തിരികെ വന്നാൽ നടക്കത്തില്ല. അത് തന്നെയാണ് മെയിനായിട്ട് രഞ്ജിത്ത് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ മെയിൻ കാരണം. എൻ്റെ ചേച്ചി തിരികെ വരും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ സാമിയിൽ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ചേച്ചി രഞ്ജിത്തിന് നന്നായിട്ട് വിശ്വാസമായിരുന്നു. സാമി പറയുന്ന കാര്യം നടക്കുമെന്നുള്ള ആ അന്ധവിശ്വാസം വിശ്വസിച്ചു. അപ്പോൾ ഈ കുഞ്ഞും കൂടെ മരിച്ചാൽ മാത്രമേ രഞ്ജിത്തിൻ്റെ ജീവിതം ഓക്കെ ആവൂ എന്നുള്ള ഒരു ഡിസിഷൻ രഞ്ജിത്തിനുള്ളത് കൊണ്ട് ഈ കുട്ടികളെ അടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ കുട്ടികളെ തിരികെ കൊണ്ട് രഞ്ജിത്തിന് വരണം വീട്ടിലേക്ക്. അതായത് കുഞ്ഞുങ്ങളുടെ ഇളയ കുഞ്ഞാണ് സംസാരശേഷിയുള്ള ആ കുഞ്ഞിനെ അവന് ഒഴിവാക്കണം, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ചൊല്ലി ഏതാണ്ട് ഈ സാമി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഇതിനെ ചൊല്ലി വീട്ടിൽ വലിയൊരു വാക്ക് തർക്കവും സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഇത്ര വാശി പിടിക്കണം, എന്തിനാ കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുവരാം, അവരിപ്പോൾ സേഫായിട്ട് ചേട്ടനെ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ. പറഞ്ഞില്ല, കുഞ്ഞുങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് രഞ്ജിത്ത് വാശി പിടിക്കുകയും അവിടെ അടി നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കൂടാതെ ഇതിന് മുന്നേ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ അറിയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചേച്ചി മരിച്ചു ഏതാണ്ട് 1 മാസം കഴിയുമ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഞങ്ങൾ അതിന് മുന്നേ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ 1 മാസം മുന്നേ ചേച്ചി മരിക്കുന്നതിന് 1 മാസം മുന്നേ രഞ്ജിത്ത് ഒരു പട്ടിക്ക് ആഹാരം മരുന്ന് കൊടുക്കാൻ നേരത്ത് ഈ പട്ടി രഞ്ജിത്തിൻ്റെ കയ്യിൽ കടിച്ചതിൻ്റെ പേരിൽ ചേച്ചി പറഞ്ഞ് ഈ പട്ടിയെ നിരന്തരം കൈമുറുക്കി ഇടിക്കുക. ഈ രഞ്ജിത്ത് കൈമുറുക്കിയാണ് ഇടിക്കുന്നത്. ചേച്ചിയുടെ മരണത്തിന് കാരണം അത് തന്നെയാണ്. ഈ കൈമുറുക്കി ഇടിച്ചപ്പോൾ ചേക്ക് നിരന്തരം ഈ പട്ടിയെ ഉപദ്രവിക്കണം കണ്ടപ്പോൾ ഇടിച്ചിടിച്ച് ഉപദ്രവിക്കണം കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞ് മതി, നിർത്തിക്കൂടെ, എന്തിനാ അതിനിട്ട് ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ചേച്ചി അടി തുടങ്ങി വീട്ടിൽ. അപ്പോൾ അത് ആ വീട്ടിലെ സ്ഥലവാസികൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. ഇവൾ ഒരു വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു പോയി. അവരെടുത്ത് പറഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കണം, പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ പോലീസിൻ്റെ നമ്പറൊന്നും അറിയത്തില്ല. അപ്പോൾ രഞ്ജിത്തും ആ വീട്ടിൽ വരികയും ചേച്ചി ആ വീട്ടിൽ വെച്ച് അടിച്ചു. അപ്പോൾ അതിന് സാക്ഷികളാണ് ആ വീട്ടുകാർ. വീട്ടിലിട്ട് അടിക്കുകയും ചെയ്ത് അവർ കോംപ്രമൈസ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കി. അപ്പോൾ ഈ വീട്ടുകാർ വീട്ടിൽ വന്ന് ഈ സ്ഥലവാസികൾ വന്ന് വീട്ടിൽ വന്ന് ഹെൽപ്പ് ചെയ്ത് അവർ പോയി എന്ന് ഉറപ്പായതിനു ശേഷം ഒളിച്ചു നിന്ന രഞ്ജിത്ത് തിരിച്ചു വന്ന് വീണ്ടും ചേച്ചി അടിക്കുവാണ്. ഒരുപാട് അടിച്ച്. അപ്പോൾ ചേച്ചി അടുത്ത പ്രാവശ്യം അടിക്കുമ്പോൾ കതവ് പൂട്ടിയിട്ടിട്ടാണ് അടിക്കുന്നത്. ഇവൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. അത് നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ് ആ വോയിസ് റെക്കോർഡെല്ലാം കിട്ടണത്. അപ്പോൾ വീണ്ടും കതവ് പൂട്ടിയിട്ട് അടിക്കാൻ നേരത്തെ ഇവൾക്ക് ഇറങ്ങി പുറത്തേക്ക് ഓടാൻ കഴിയുന്നില്ല. വിളിച്ചിട്ട് ഒരു സഹായത്തിന് കിട്ടുന്നില്ല. അവരൊരു കാടിൻ്റെ ഒരു റബ്ബർ തോട്ടൻ്റെ നടുക്കാണ് ഈ വീട്. അപ്പോൾ ഈ രഞ്ജിത്ത് അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഡോർ തുറന്നു സിഗരറ്റ് വലിക്കണമെന്ന് പുറത്ത് പോയപ്പോൾ ഇവളെ ഇറങ്ങി പുറത്തേക്ക് ഓടിയ കിണറിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്ക് രഞ്ജിത്ത് അവളെ പിടിച്ചിട്ട് അവിടെ ഇട്ട് അടി കൊടുത്തു. അത് കഴിഞ്ഞ് അവളെ ഒരു അവശ നിലയിലായപ്പം അവൻ തന്നെയാണ് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തുകയും ചെയ്തു. അപ്പോൾ ഇത് ചേച്ചി മരിക്കുന്നതിന് 1 മാസം മുന്നേ നടന്ന കാര്യമാണ്. അപ്പം മുതലേ അവൾക്ക് തിരിച്ചു വരണമെന്നൊരു ടെൻഡൻസി ആയി തുടങ്ങി. കാരണം ഇത്രയും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ച് വിചാരിച്ച ഒരു ലൈഫ് കിട്ടുന്നുമില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ അവൾ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞ്, എടി ഞാൻ കെട്ടിയ കുരുക്ക് ഞാൻ അഴിച്ചിട്ട് തിരികെ വരും എന്നെൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതുമാണ്. അത് ഞങ്ങളെല്ലാവരും വിചാരിച്ച് ഞങ്ങൾക്ക് വീണ്ടും നമ്മളുടെ കുടുംബം തിരിച്ച് കിട്ടും, ആ ഒരു സന്തോഷം ഞങ്ങൾക്കിടയിൽ തിരിച്ച് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവൾ വരണമെന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോഴേക്കും രഞ്ജിത്തിൻ്റെ ആ ഒരു
ക്രിമിനൽ മൈൻഡ് അവിടെ വർക്കൗട്ട് ചെയ്ത്. കാരണം നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പണവും സ്വർണവും ഒക്കെ കൊടുക്കുക, ഞങ്ങൾക്കൊന്നും വേണ്ടായിരുന്നു. ആ പണമോ സ്വർണ്ണമോ ഒന്നും വേണ്ടായിരുന്നു. അവളുടെ ജീവനെങ്കിലും ബാക്കി ഇട്ടാൽ മതിയായിരുന്നു. ഇതൊരു ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. അവൾ പോയതെന്ന് പറയുമ്പം എത്ര പേരിൻ്റെ പുറകിൽ നിന്ന് വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? രഞ്ജിത്തിനത് മനസ്സിലാക്കാൻ പറ്റുമില്ലെന്നറിയില്ല. ഞങ്ങൾക്ക് നമ്മളുടെ ചേട്ടൻ മരിച്ചിട്ട് 8 വർഷമായി. ആ ചേട്ടൻ മരിച്ചപ്പോഴും ഞങ്ങൾക്ക് ആ കിട്ടിയ ട്രാജഡി, അല്ലെങ്കിൽ മൂത്ത കുഞ്ഞ് ഓട്ടിസം, ആ ഒരു ബുദ്ധിമുട്ട്, വേദന എല്ലാം കവർ ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു കുടുംബം ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ആഘോഷിച്ച് ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ നിസ്സഹായ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു. ആ കുട്ടികൾക്കും ആരുമില്ല. അച്ഛൻ സുഖമില്ല, ആശുപത്രി കിടക്കുമ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് ഹെൽപ്പ് ചെയ്യണതും എല്ലാം ചെയ്യണം. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി. ഇവർക്ക് ആരുമില്ലാണ്ട് ആക്കി രഞ്ജിത്ത്. എന്തിന് അവളുടെ ജീവനെങ്കിലും ബാക്കി തന്നുവിടായിരുന്നു, വേറെ ഒന്നും വേണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ഈ നഷ്ടപ്പെട്ടതൊക്കെ വലിയ വേദനയാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് പേടിയാണ്. രഞ്ജിത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അവനെടുത്ത് ശാരീരികമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശേഷിയില്ല. ആ കുട്ടികളുടെ അവസ്ഥ എന്താവും, ആ കുട്ടികൾ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം പേടിയുണ്ട്. അറ്റ്ലീസ്റ്റ് ആ കുട്ടികളുടെ സേഫ്റ്റിയെങ്കിലും ഓർത്തിട്ട് നിയമസഹായം കിട്ടണമെന്ന് അഭ്യർത്ഥിക്കണം. രഞ്ജിത്തിൻ്റെ വക്കീൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദയവ് ചെയ്ത് ജാമ്യം കൊടുക്കരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ജാമ്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രഞ്ജിത്ത് പുറത്തിറങ്ങി വന്ന് വീണ്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആരോട് സഹായം തേടിപ്പോകും?